തമിഴില് ഔവയാരെന്നും പറഞ്ഞിട്ടൊരാളുണ്ട്, കേട്ടിട്ടുണ്ടോ? ഔവയാര് ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒരമ്പലത്തിൻ്റെ മുമ്പിൽ തിരിഞ്ഞിരുന്നു. ഇതുപോലെ ഇപ്പം ഞാനിരിക്കുന്ന പോലെ ഞങ്ങളെല്ലാം ഭഗവതിക്ക് തിരിഞ്ഞിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ആളിനോട് സുബ്രഹ്മണ്യ സ്വാമി തന്നെ വന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്, എന്താ ആവേ, ദേവൻ അവിടെയല്ലേ ഇരിക്കണേ, നീ അങ്ങോട്ട് തിരിച്ചിരിക്കുന്ന എന്തുവാ എന്ന് ചോദിച്ചു. അവയാര് പറഞ്ഞു, ദേവനില്ലാത്ത എവിടെ നിന്ന് കാണിച്ചാൽ അവിടെ ഞാൻ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുള്ളവരവർ, അവർക്കാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാടില്ല, നമ്മൾ സാധാരണ മനുഷ്യരാണ്. 1ഉം 2ഉം സ്കന്ധങ്ങൾ ഭാഗവതത്തിലെ ഞങ്ങൾ കേട്ടോന്ന് അറിഞ്ഞുകൂടാ, കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നും മനസ്സിലാവില്ല. ഞാൻ വളരെ വേഗത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ വേഗത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ഇനിയും വരുന്ന ആൾക്കാർ നന്നായിട്ട് പറയട്ടെ. അവർ സമയമെടുത്ത് പറയാൻ കഴിയുന്നെങ്കിൽ അവരങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് ഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. പിന്നെ 3ാം സ്കന്ധം വിജ്ഞാനിയായ ഒരു മഹാത്മാവാണ് പറഞ്ഞത്. എന്താണെന്ന് ഞാൻ ശരിക്കും കേട്ടിട്ടില്ല. ഈ വയ്യാത്ത കൊണ്ട് മുഴുവൻ കേൾക്കാനൊന്നും തോന്നുന്നില്ല. ഭഗവാനുള്ളിലുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് അതിനകത്ത് വലിയ ദുഃഖമൊന്നുമില്ല. എന്നാലും 3ാം സ്കന്ധം, ഈ ആദ്യത്തെ 2 സ്കന്ധങ്ങളിൽ അതിൻ്റെ ഒരു ഉപോദ്ഘാതം എന്ന നിലയ്ക്ക് ഇന്നതാണ് വരാൻ പോകുന്നത്, ആരാണത് കേട്ടത്, ആരാണ് പറഞ്ഞത്, ഇതൊക്കെ നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 2 സ്കന്ധം ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. 3ാം സ്കന്ധം മുതലാണ് ആരംഭിക്കുന്നത് ശരിക്കും ഭാഗവതം. 3ാം സ്കന്ധത്തിൽ ആരോപ അപവാദ പദ്ധതി മനസ്സിലാവുമോ എന്തോ ഇതാ പറഞ്ഞിരിക്കുക. ഇത് സാഖ്യത്തിലെ അത് തന്നെയല്ല, അത് ആദ്യത്തേതിന് കാരണവിഭൂതി എന്നൊരു പേരുണ്ട്, പിന്നെ കാര്യവിഭൂതി. അങ്ങനെ 2 വിഭൂതികളാണ് ഈ 2എണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 2എണ്ണവും വിതുര മൈത്രേയ സംവാദമായിട്ടാണ് പറയുന്നത്. വ്യാസന്റെ പുത്രന്മാരിൽ ശ്രേഷ്ഠനായിരുന്ന വിതുര മഹാശി, അദ്ദേഹത്തെക്കാളും ശ്രേഷ്ഠനാണെന്നാണ് സുഖബ്രഹ്മർഷിയെ പറ്റി പറയുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന സുഖബ്രഹ്മർഷി ഇത് നൈമിഷാരണ്യവാസികളായിട്ടുള്ള ശൗനകാദി ഋഷീശ്വരന്മാർ അത് സൂതൻ പറഞ്ഞു കൊടുത്തത് കേട്ടുപഠിച്ചതാ സൂതൻ. അതായത് പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തപ്പോൾ അവിടെ പോയിരുന്ന് കേട്ടുപിടിച്ച ആളാണ് സൂതൻ. സൂതൻ എന്നുള്ളതിന് എന്നുള്ളതിന് മംഗളം എന്നുള്ളത്, തകാരത്തിന് തത്വബോധം എന്നാണ്. അപ്പം മംഗളകരമായിരിക്കുന്ന തത്വത്തെ ആര് ബോധിപ്പിക്കുന്നോ അവരെ സൂതൻ എന്ന് പറയാം, അല്ലാതെ തേരോടിക്കുന്നവരെ സൂതൻ എന്ന് പറയാം. അപ്പൊ സൂതന് നമ്മളെ
ഈ ഭാഗവതമാകുന്ന വണ്ടി കയറ്റി കൊണ്ടുപോയി ആശ്രയം എന്ന് പറയുന്ന ഭഗവത് സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ആളാണ് സൂതൻ. അപ്പൊ ആ സൂതനാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇത്രയും കൂടെ കാര്യം സൂചിപ്പിച്ചിട്ട് പോവാം. 3-ാമത്തെ സ്കന്ധം നിങ്ങൾ കേട്ട് കാണും, എന്നാലും ഞാൻ പറയുന്നുള്ളൂ. അതായത് പാണ്ഡവ കൗരവ യുദ്ധം നടക്കും മുമ്പ് വിളിച്ചു കൂട്ടിയ മന്ത്രികളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടിയിരുന്നു. അവരെല്ലാവരും കൂടെ കൗരവ സഭയിൽ വെച്ച് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിതുരർ പറഞ്ഞു, ജ്യേഷ്ഠ രാജാവേ, ധൃതരാഷ്ട്ര അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്, അങ്ങ് ഇവിടെ ചെയ്യുന്ന ഒരു കുറ്റമുണ്ട്. ഇവൻ ഒറ്റ ഒരുത്തനാണ് ഈ നാശത്തിനെല്ലാം കാരണം. ദുര്യോധനൻ യവനെ പറഞ്ഞുവിടുക. നമ്മുടെ ശരീരത്തൊരു രോഗം വന്നാൽ ആ രോഗം ഇപ്പോൾ ഷുഗറാ, നമ്മൾ ഷുഗറുണ്ട്. അപ്പം നമ്മുടെ കാല് പെഴുത്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? ആ കുറിച്ച് കളയുക, വേറെ വഴിയില്ല. കാരണം ശരീരം ജീവിക്കണമല്ലോ. ശരീരത്തിൽ ഇച്ചിരുടെ മേലോട്ട് കയറിയോ ഇച്ചിരുടെ മേലോട്ട് കുറച്ച് കളയും, ജീവിക്കണമല്ലോ. അതുകൊണ്ട് രാജ്യമാകുന്ന ദേഹം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് വെളികളയണം. ഇത് കേട്ടതായിരിക്കുന്ന ധൃതരാഷ്ട്ര ഒന്നും വേണ്ടിയില്ല, അനിയനല്ലേ, പ്രധാനമന്ത്രിയാണ്. പക്ഷേ ദുര്യോധനൻ വളരെ കോപിച്ചു. ദുര്യോധനൻ പറഞ്ഞു, യവനെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയത് ഈ സഭയില്? കൊച്ചച്ഛനാ, നോക്കണം. അന്നത്തെ കാലത്തെ ഉണ്ട്, ഏതാ മൂത്തവരെ ബഹുമാനിക്കാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവനെ ആരാ അവിടെ വിളിച്ചു വരുത്തിയത്? തല്ലി ശരിയാക്കി അവൻ്റെ ശ്വാസം മാത്രം വെച്ച് വെളി കൊടുക്കളാന്ന് പറഞ്ഞു ദുര്യോധനൻ. ഇത് കേട്ടപ്പോൾ വിതുരഭാഷയൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ശാന്തിപർവ്വത്തിലെ വിതുരഭാഷയൻ്റെ വാക്യം, വിതുരവാക്യം. അത് മഹാഭാരതം ഒന്ന് വായിച്ചു നോക്കുക, അപ്പം മനസ്സിലാവും. അവിടെ അദ്ദേഹം പറഞ്ഞു, നിന്റെ നാശത്തിനാണ് ഇത് ചെയ്തത്. പാണ്ഡവന്മാർ 5 പേരെ ഉള്ളായിരിക്കാം, പക്ഷെ ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ കൂടെ. ഭഗവാൻ എവിടെ നിൽക്കുന്നു അവിടെ ജയം ഉണ്ടാവുള്ളൂ. അതല്ലാതെ ആരാലും ഭഗവാനെ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ നശിക്കും. അതുകൊണ്ട് ദുര്യോധന, ഞാൻ വെളിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വില്ല് പാണ്ഡവന്മാരെ പഠിക്ക വെച്ചിട്ട് അദ്ദേഹം യാത്രയായി. വിതുരനും മൈത്രേയനും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഈ 2 സ്കന്ധങ്ങളും പറയുന്നത്. അതിൽ വിതുരനാണ് അദ്ദേഹത്തിൻ്റെ അനുജൻ ധൃതരാഷ്ട്രരുടെ. എന്നാൽ മൈത്രേയൻ അങ്ങനെയല്ല. മൈത്രേയനെ പറ്റി അല്പം അറിഞ്ഞിരിക്കുക. ഭാഗവതത്തിൽ 2 മൈത്രേയന്മാരുണ്ട്. നമ്മൾ ഈ പറയുന്ന 3-4 സ്കന്ധങ്ങളിൽ വിതുര മൈത്രേയ സംവാദം പറയുന്നു. അല്ലാതെ അവസാനം എടുത്ത് നോക്കണം. 12-ാം സ്കന്ധത്തിൽ യാജ്ഞവൽക്യൻ തൻ്റെ ഗുരുവിനില്ലാത്തൊരു വിദ്യ വേണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം തപസ്സിന് പോയി. സൂര്യദേവൻ്റെ അടുക്കലാണ് തപസ് ചെയ്തത്. സൂര്യദേവൻ ഒരുപാട് പേരുകളുണ്ട്. അതിൽ മൈത്രേയൻ ഒരു പേര്, മിത്രൻ എന്നൊരു പേര് സൂര്യദേവനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു തൊഴുത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി,
ഞാൻ വേഗം കുറഞ്ഞ് അതിൻ്റെ ചൂട് കുറഞ്ഞ സ്ഥലത്തൂടെ പോകുന്ന സമയത്ത് നീ അവിടെ നിന്ന് കേൾക്കുക, പഠിക്കുക. അങ്ങനെ യാജ്ഞവൽക്യൻ മിത്രനിൽ നിന്നിട്ട് സൂര്യദേവനിൽ നിന്ന് ഈ കഥ കേട്ട് പഠിച്ചു. അപ്പോൾ സൂര്യദേവനിൽ നിന്ന് മിത്രനിൽ നിന്ന് ഇത് കേട്ടു പഠിച്ചതുകൊണ്ട് യാജ്ഞവൽക്യന് മൈത്രേയൻ എന്നൊരു പേരുണ്ടായി. എന്നാലും മറ്റേ മൈത്രേയൻ അതല്ല. മറ്റേ മൈത്രേയൻ എന്ന് പറയുന്നത് ഇതിലും പോയി ചോദിച്ച മൈത്രേയൻ. ആ മൈത്രേയൻ എന്ന് പറയുന്നത് മിത്രാദേവിയുടെയും ഉഷാരു എന്ന് പറയുന്ന മുനിയുടെയും പുത്രനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൗസാരവൻ എന്നറിയപ്പെടും, മൈത്രേയൻ എന്ന് അറിയപ്പെടും. അപ്പം ഈ രണ്ടു പേരും അദ്ദേഹത്തിനുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന മൈത്രേയനെ ശ്രീകൃഷ്ണ ഭഗവാൻ താനിവിടെ നിന്ന് തൻ്റെ ദേഹത്തെ ത്യജിച്ചിട്ട് പോകുന്നതായ സമയത്ത് തൻ്റെ ജ്ഞാനമാർഗെങ്കിലും ഉപദേശിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് വിദ്വന്മാണിക്യമായിരിക്കുന്ന വിതുരമഹാശയനെ ഇതിൽ സ്വീകരിച്ചില്ല. ഉദ്ധവമഹാശയനെ അതിൽ സ്വീകരിച്ചത്. ഉദ്ധവനെ വിളിച്ചത് ഉപദേശിക്കാമെന്ന് തീരുമാനിച്ചു ഭഗവാൻ. പക്ഷെ ഭഗവാന്റെ ഇച്ഛപ്രകാരം മൈത്രേയ മുനി എവിടെയോ കറങ്ങി നടക്കുന്ന സമയമാണ്. ഭഗവാന്റെ ഇച്ഛപ്രകാരം മൈത്രേയനും അവിടെ വന്നു ചേർന്നു. നമ്മുടെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ മൈത്രേയനും ഉദ്ധവരെ കൂടെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത് ഏകാദശി സ്കന്ധം. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന വിദ്യ ഉപദേശിച്ചതായിരിക്കുന്ന മൈത്രേയൻ ഭഗവാന്റെ ആജ്ഞപ്രകാരം അവിടെ നിന്ന് പോവുകയും ചെയ്തു. അദ്ദേഹം പോയി ഗംഗാതീരത്ത് അവിടെ പോയി താമസിച്ചു, തപസ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് വിതുരമഹാശയൻ ദുര്യോധനന്റെ വാക്കുകേട്ട് ദുഃഖിച്ച്, ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖമൊന്നുമില്ല, എങ്കിലും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി യാത്രയ്ക്ക് വേണ്ടി പോയി, തീർത്ഥയാത്രയ്ക്ക്. അങ്ങനെ പോയപ്പോഴാണ് യമുനയുടെ മണൽത്തിട്ടിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത്, ഉദ്ധവരും വിതുരമഹാശയനും. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഞങ്ങളെന്താ ഇങ്ങനെ, എവിടെ പോവാ? തലയിൽ 2 സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ തലയില്? ഭഗവാന്റെ മെതേടിയ. പണ്ട് ത്രേതായുഗ കാലത്ത് ശ്രീരാമചന്ദ്രൻ്റെ കാലിൽ കിടന്ന മെതിയടി എങ്ങനെയാണോ ഭരത മഹാരാജാവ് കുമാരൻ തലയിൽ വെച്ച് കൊണ്ടുപോയത്, അതുപോലെ ഉദ്ധവ മഹാശയൻ ഭഗവാന്റെ മെതിയടിയും വെച്ചുകൊണ്ട് വരുന്ന സമയത്ത് മണൽത്തിട്ടില്ലേ വെച്ച്, യമുനയുടെ മണൽത്തിട്ടില്ലേ. യമുന എന്ന് പറഞ്ഞാൽ ഭക്തിയെ പ്രതിനിധീകരിക്കുന്ന അവിടെ ഇരുന്ന് രണ്ടുപേരുടെ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാഗവതത്തിലൊക്കെ എഴുത്തച്ഛൻ വെട്ടിമുറിച്ചു. ആ വെട്ടിമുറിച്ച കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വെട്ടിമുറിച്ചു കറക്റ്റായിട്ട്. സുബ്രഹ്മണ്യ സ്വാമി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഈ സുബ്രഹ്മണ്യ സ്വാമി എങ്ങനെയാ ജനിച്ചത്, എവിടാ ജനിച്ചത്?
ആരുടെ പുത്രനായിട്ട് ജനിച്ചു, എന്തിന് ജനിച്ചു എന്നൊക്കെ അവിടെ ചോദ്യമുണ്ട്. കശ്ചിൽ ഹരേ സൗമ്യ സുതം സദൃക്ഷ ആസ്തേഗ്രണേ രതിനാം സാധു സാംബ അസൂതയം ജാംബവതി വ്രതാഢ്യ ദേവം ഗുഹം അംബികയാ ധൃതോഗ്രേ. നേരത്തെ തന്നെ അംബികാദേവിയാൽ ധരിച്ചിരുന്നതായ സുബ്രഹ്മണ്യ സ്വാമി ഗുഹൻ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് എന്ന് സൗഖ്യം അന്വേഷിക്കുന്നു. അപ്പോ ഈ നല്ല രീതിയിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഭഗവാന്റെ കഥകളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഭഗവാൻ ഇതുപോലെ ദേഹം വിട്ടുപോയതും ഒക്കെ പറഞ്ഞു. ഭഗവാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടതായ ഉപദേശം തന്നായിരുന്നു. എന്നാൽ അതല്ല എനിക്ക് ഉപദേശം, എനിക്കും കേൾക്കാൻ പറ്റിയില്ല. എന്നാൽ അതെങ്കിലും എനിക്ക് പറഞ്ഞു തരൂ. അപ്പം അത് കേട്ടപ്പോൾ അദ്ദേഹം ഞാനതിന് ഏതും യോഗ്യനല്ലോട് എന്നോട് അരുൾ ചെയ്താൽ ഞാൻ തന്നെ യോഗ്യനല്ല. ഭഗവാനത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെ? മൈത്രേയനെ. അതിനർത്ഥം മൈത്രേയൻ അവിടെ കേട്ടോണ്ടിരുന്നല്ലേ, അല്ലേ? അങ്ങനെ ആ മൈത്രേയൻ അറിയുന്നേ. അപ്പോൾ മൈത്രേയനത് കേട്ടോണ്ടിരുന്നത് കൊണ്ട് വിതുരരെ മൈത്രേയൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ട് ഉദ്ധവര് തീർത്ഥയാത്രയ്ക്ക് പോയി. ബദരികാശ്രമത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പോയി. ഈ വിതുര മഹാശയൻ മൈത്രേയനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിട്ടാണ് 3, 4 സ്കന്ധങ്ങൾ. ഇതിൽ ആദ്യത്തേത്, മൂന്നാമത്തേത് കാരണസംഭൂതി. ഇപ്പൊ പറയുന്നത് കാര്യസംഭൂതി. അത് കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ സർഗമായിരുന്നു മുമ്പ് പറഞ്ഞത്. സർഗം എന്ന് പറഞ്ഞാൽ ഭൂതമാത്രേന്ദ്രിയ ധിയ ജന്മ സർഗ ഉദാഹൃത ബ്രഹ്മണോ ഗുണവൈഷമ്യാതെന്ന അതിൻ്റെ തത്വം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വിസർഗ പറയാം. വിസർഗ പൗരുഷസ്മൃത, പുരുഷന്മാരുടെ സൃഷ്ടികളെ പറ്റിയാണ് പറയുന്നത്. അപ്പോ ആ ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യം നമുക്കെന്താ പഠിക്കേണ്ടത് നോക്കണം. ഇപ്പൊ ചതുർത്ഥ സ്കന്ധത്തില് ആദ്യം കുറെ സൃഷ്ടിയെ പറ്റിയാ പറയും. സ്വയംഭൂവ മനുവിന് 5 മക്കളുണ്ടായിരുന്നു. ഇതൊക്കെ അറിയാവൊക്കെ എഴുതി വെക്കണ്ട, അറിയാൻ വയ്യായെങ്കിൽ എഴുതി വെക്കണം. എന്നാലേ ഇതൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ. ഇതൊക്കെയൊക്കെ മറന്നു പോകും. നമ്മുടെ കാര്യമല്ലേ, ബാങ്കിൽ കൊണ്ടുവന്ന് കാശിട്ട പോലെ അതവിടെ കിടന്ന് അതെടുക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പുറത്ത് വേറെ ആൾക്കാർ കൊണ്ട് കാശിട്ടിരിക്കുക. അപ്പം എടുക്കാൻ പറ്റാതെ വരും. അത് നമ്മുടെ ജീവിതത്തിൽ ഈശ്വര കാര്യങ്ങൾ പ്രത്യേകമായി പഠിക്കണം. അത് മറന്നു പോരുന്നെങ്കിൽ എഴുതി വെച്ച് രണ്ടാമതൊക്കെ നോക്കണം, അല്ലെങ്കിൽ ഒന്നും പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ വായിക്കും. എന്താ വാദ്യ ചോദിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പോ അവിടെ ചെന്ന് മൈത്രേയനോട് ചോദിച്ചപ്പോ മൈത്രേയൻ പറയാൻ തുടങ്ങിയ ഭാഗമാണ് ചതുർത്ഥ സ്കന്ധത്തിൽ പറയുന്നത്. സ്വയംഭവ മനുവിന് ശതരൂപ എന്ന് പറയുന്ന ഭാര്യ. ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ എഴുതി വെച്ചോണം. പിന്നെ ഓർത്തിട്ട് പിന്നെ ഒരു കാര്യമില്ല. ശതരൂപയ്ക്കും
മനുവിനും കൂടെ 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടായി. 3 ആൺകുട്ടികള്, 3 പെൺകുട്ടികള്, 2 ആൺകുട്ടികള്. 3 പെൺകുട്ടികള് ആഹൂതി, ദേവഹൂതി, പ്രസൂതി എന്നിങ്ങനെ 3 പെൺപിള്ളേരാണ്. പുത്രന്മാര് 2 പേര്, പ്രിയവ്രതൻ, ഉത്താനപാദൻ. പ്രിയവ്രതൻ ഈ നാരദ മഹർഷി മുറുക്കെ അവിടെ കൊട്ടാരത്തിൽ വരുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സന്തോഷിക്കാതെ എന്ത് ഇത്ര സന്തോഷിക്കാന്? ഭഗവാനിൽ മനസ്സുറപ്പിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷമാണ്. ഭഗവാനിൽ നിന്ന് മനസ്സ് വിട്ടുപോയാൽ സുഖായ കർമാണി കരോതി ലോകോ, സുഖത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. നതൈ സുഖം മാന്യതുപാരമമ്പ. ഇത് കിട്ടുമോ സുഖം? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് എന്തോ? സുഖമല്ലേ? എവിടെ സുഖം? ദുഃഖമാണെന്ന് ആരും ചോദിക്കാറുമില്ല. മോഹം കണ്ടാലേ അവർ തിരിഞ്ഞു വെക്കുള്ളൂ, വിഷമിക്കാനൊന്നുമില്ല. അപ്പോ സുഖായ കർമാണി കരോതി ലോകോ നതൈ സുഖം മാന്യതുപാരമമ്മ വെന്തേന ഭൂയസ്തവേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്ന. ഇതെന്താ ഇങ്ങനെ? സുഖം ഞാൻ ആവശ്യപ്പെട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുക്കുന്നതാണ് സുഖം. ദുഃഖമോ? വിളിക്കുകയേ വേണ്ട, ഇരുന്ന് കൊടുത്താൽ മതി, അങ്ങനെ വന്ന് കയറിക്കോളൂ. രോഗമായിട്ടും ധനമില്ലായ്മ കൊണ്ടും അല്ല പേര് ദോഷം കൊണ്ടും കീർത്തി ദോഷം കൊണ്ടും പലതരത്തിൽ ഇത് വന്ന് ചേരും. അത് വന്നോളൂ, തന്നെ വന്നോളൂ, അതിനൊന്നും ചെയ്യാൻ ആരും ദുഃഖിക്കണ്ട. ഇത് ദുഃഖം തനിയെ വന്ന് കയറിക്കോളൂ. ബിന്ദേന ഭൂയസ്തവേവ, വീണ്ടും വീണ്ടും ദുഃഖമാണ് വരുന്നത്. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തുകൊണ്ടാ? സുഖമുള്ളതുകൊണ്ടാ. സുഖമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അപ്പൊ സുഖമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. സുഖമെന്നും ദുഃഖമെന്നും ഉള്ളതിന് ആചാര്യന്മാര് പറയുന്ന ഒന്നും. ഖം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവൂ? ഖം അല്ല, ഖഗം. അത് പക്ഷി എന്നർത്ഥം. ഖഗം, ആകാശത്തിൽ ഗമിക്കുന്നു. അപ്പോ അങ്ങനെയുള്ള ആകാശത്തിൽ ഗമിക്കുന്ന പക്ഷി മാവിൽ പെരുകും വസന്തി പരാശരത്തിക്കിളകുന്നു. ശരത്കാലത്ത് ആരും വരികയില്ല, കാരണം മാവന് മാങ്ങായും ചകായൊന്നുമില്ല. എന്തോതിനെ വന്ന് വിലക്കടാന്. നമ്മളും അതുപോലെ തന്നെ. ധനമുണ്ടെങ്കിൽ അവരോട് പ്രേമം, ധനമില്ലേൽ നോ പ്രേമം. അപ്പോ അങ്ങനെയുള്ള സുഖദുഃഖങ്ങളിൽ ദുഃഖങ്ങൾ ചോദിക്കാതെ വരുന്നു. സുഖം ചോദിച്ചാലും കിട്ടുന്നില്ല, വലിയ പാടാ. ഇതെന്താണെന്നാണ് ചോദിച്ചത് വിതുര മഹാശയൻ മൈത്രേയനോട്. ഇതാണ് ഭാഗവതത്തിൽ ശരിക്കുമുള്ള ചോദ്യം. ഈ ചോദ്യത്തെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ഭാഗവതം മുഴുവൻ പറയുന്നത്. അപ്പോ അതില് പ്രിയവ്രതന്റെ 3 പെൺകുട്ടികളെ ആഹൂതി, ദേവഹൂതി, പ്രസൂതി. ആഹൂതിയെ രുചി പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. പ്രസൂതിയെ ദക്ഷന് കല്യാണം കഴിച്ചു.
ഈ പ്രസൂതി എന്ന് പറയുന്ന ദക്ഷൻ്റെ ഭാര്യയ്ക്ക് അനേകം പേരുണ്ട്. ഓർത്തു വെച്ചിരുന്ന ഇത് പലയിടത്തും പലത് പറഞ്ഞിരിക്കുന്നത് ഇത് എൻ്റെത് ഇതേ നമുക്ക് സംശയം തോന്നും. വീരണി എന്നൊരു പേരുണ്ട്, അസുക്കിനി എന്നൊരു പേരുണ്ട്. എഴുതി വെച്ചാൽ അതിനെ ഓർക്കുമ്പോൾ നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പം അങ്ങനെയുള്ള പല പേരുകളിൽ അറിയപ്പെടുന്നതായ ദക്ഷപത്നി പ്രസൂതി ആ പ്രസൂതിയെ ദക്ഷൻ വിവാഹം കഴിച്ചു. ദക്ഷനിൽ നിന്ന് പ്രസൂതിക്ക് കുറെ പുത്രികളുണ്ട്. അത് നമുക്ക് തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ പഠിക്കാം. ദേവഹൂതിയെ കഥ പറയാനാണ് ഒരുപാടുണ്ട്, അത് വിസ്തരിക്കുന്നില്ല. ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് കല്യാണം കഴിച്ചു. കർദമ പ്രജാപതി നല്ല തടിയും പിടുക്കുമൊക്കെ ഉണ്ടായിരുന്ന ഒരു മുനിയായിരുന്നു. അദ്ദേഹം തപസ് ചെയ്ത് എല്ലും തോലുമായി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ മതി തപസ് തീർത്ത്. അവനെ കണ്ടിട്ട് നമ്മളത് കുചേലഗതിക്കകത്ത് വെറുതെ ആവശ്യമില്ലാതെ ഭഗവാൻ കരഞ്ഞു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ കരഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞാലും ആയിരിക്കും, ഭഗവാനല്ലേ. പക്ഷെ ഇവിടെ ഈ കർദമ പ്രജാപതിയെ കണ്ട് കണ്ണുനീരടർന്നു വീണു ഭഗവാന്റെ കണ്ണിൽ. ആമലക ഈ ഫലം പോലെ അടർന്നു വീണതായിരിക്കുന്ന ഈ കണ്ണുനീർ തുള്ളികളും വീണിട്ടൊരു തടാകമുണ്ട്. ആ തടാകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിവിടൊക്കെ അല്ലെന്നാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത്. വലിയ വലിയ ആൾക്കാരൊക്കെ ഇവിടൊക്കെ കാണാമെന്ന്. എവിടെയും ആട്ടെ, ഏതായാലും ഭഗവാന്റെ കണ്ണുനീര് വീണതായാലും ഒരു ഇതുണ്ടായാലും നമുക്ക് അങ്ങനെയുള്ള കർദമ പ്രജാപതിയുടെ അടുക്കല് ഭഗവാൻ പറഞ്ഞു മനുവിനോട്, നിന്റെ മകളെ പറ്റിയ ഒരു ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുക്കുക. അത് പറ്റിയ ആളാണ് കർദമ പ്രജാപതി. അദ്ദേഹത്തിന് കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുക. അപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് ഭാര്യയും അദ്ദേഹമൊക്കെ കൂടെ കുറേ ധനവും പെൺപിള്ളേരെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ. അതൊക്കെ എടുത്തോട്ട് പോയി അദ്ദേഹം വെളിയിൽ വെച്ചിട്ട് ആശ്രമത്തിലേക്ക് നടത്തി അന്ന് മോളുമായിട്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞതനുസരിച്ച് ഈ പെങ്കൊച്ചിനെ അവിടത്തേക്ക് ദാനം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ഇരിക്കുക ഇരുന്നില്ല. മഹാറാണിയുടെ പുത്രിയാണ്, ആ രാജാവിൻ്റെ മനുവിൻ്റെ പുത്രിയാണ്. കൊടുത്തതായിരിക്കുന്ന പീഠത്തെ സ്പർശിച്ചിട്ട് അവിടെ തന്നെ നിന്നു. അങ്ങനെ അവിടെ നിന്നായിരിക്കുന്ന ആ പെൺകുട്ടിയെ കർദമ പ്രജാപതി എല്ലാ വസ്ത്രങ്ങളും അഴിച്ചു കൊടുപ്പിച്ചു. എവിടെ സ്വർണവും വേണ്ട, രത്നവും വേണ്ട, പണവും വേണ്ട, ഇതൊന്നും വേണ്ട. വിടൂ. അവളെ വിളിച്ച് അകത്ത് വിളിച്ച് അവൾക്ക് വൽക്കല കൊടുത്തു. ആ വൽക്കലം ധരിച്ചുകൊണ്ട് അവരങ്ങനെ കഴിഞ്ഞു. ആ കഥയൊക്കെ പറയാനുള്ള ഒരുപാടുണ്ട്, അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള കർദമ പ്രജാപതിക്ക് ദേവഹൂതിയിൽ 9 പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഉണ്ടായത്. അതിലെ ഒരെണ്ണമാണ് കപിലൻ. കഴിഞ്ഞ 3-ാമത്തെ സ്കന്ധത്തിൽ കപിലനെ പറ്റി പറഞ്ഞു. സാംഖ്യയോഗത്തിൻ്റെ ആചാര്യനാണ്. അദ്ദേഹത്തിന് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ അംശം. അങ്ങനെയുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിന്
കപിലൻ അച്ഛനൊക്കെ വിട്ടിട്ട് പോയി. പിന്നെ പെൺപിള്ളേർ കുറേ പേര്. അത് നോക്കണം. എനിക്കെല്ലാം കൂടെ പഴയ വയസ്സായതുകൊണ്ട് എല്ലാം കൂടെ ഓർമ്മിക്കാൻ പ്രയാസം. നോക്കി കണ്ടുപിടിച്ചോളൂ. മൂത്തവൾ കല തൻ പ്രഥമാനന്ദേവുവിനെ മാനസകമ്പം ഒഴിഞ്ഞ് അനുകമ്പയാ താപസൻ സംപ്രീതനായി കൊടുത്താൽ മരീചിക്ക്. ആ പുത്രനായി കശ്യപൻ പ്രജാനായകൻ താനുള്ളത്. അതിൽ നിന്നുണ്ടായ മരീചിയുടെ പുത്രനാണ് കശ്യപൻ. ഒരെണ്ണം കൂടെ ഉണ്ടേ, അത് പിന്നെ പറയുന്നുണ്ട്. അങ്ങനെ കശ്യപനെ കൊണ്ട് ഈ ഭുവനം മുഴുവൻ പ്രജാ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിച്ച് പ്രജാപതിയായിരുന്നുകൊണ്ട് അദ്ദേഹം ധാരാളം പ്രജകളെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് പലരും ഉണ്ടായി വന്നു. ഞാൻ നോക്കി പറയില്ലേ, എന്നെ തെറ്റ് പറഞ്ഞു വെച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയിച്ച് എന്നെ ചിത്ത വിളിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആയുസിന്റെ കാലപരിണാമവും കപിലവ്യാസദേവന് കൊടുത്ത ഉപദേശവും. ഇത് ഭാഗവതത്തിൽ തന്നെ തിരുത്തി വെച്ചാൽ വായിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ തന്നെ വായിച്ചു, തെറ്റൊക്കെ തന്നെ വായിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട് ഇത് എഴുതി വെക്കണം. അപ്പോൾ അദ്ദേഹത്തിന് യജ്ഞൻ എന്ന് പറഞ്ഞ ഒരു പുത്രനുണ്ടായി. ഈ യജ്ഞന് ലക്ഷ്മി ഭഗവതി തൻ കുലജാതയാം എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കലാജാതയാം എന്ന് തിരുത്തിക്കണം. ഇല്ലെങ്കിൽ കുലജാതയെന്ന് വായിക്കും. ആ ദേവിയുടെ കലാംശം കൊണ്ട് ജനിച്ചതാണ്. ദക്ഷിണ തന്നെയും വേട്ടരുള്ളില്ല. അപ്പോൾ അദ്ദേഹം ദക്ഷിണയെ വിട്ടു. അവരുടെ പേരുകൾ പറയുന്നു, കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് തോഷൻ, പ്രദോഷനും അന്തോഷനും ഭദ്രൻ, ശാന്തി, ഇടസ്പതി, യുദ്മൻ, യുദ്മ എന്ന് എഴുതിയിട്ടുള്ളേ, യുദ്മൻ, കവിർ വിഭു. പിന്നെ അടുത്തത് സ്വഹനൻ എന്നാണ് പദം. സുദേവൻ, വിരോചനൻ എന്നിവർ വിഘ്നമുന ദ്വിഷഡാത്മജയി രേവതൽ 12 പുത്രന്മാരാ. സ്വയം ഭവാന്തരത്തിൽ അമരകളായത് അവരിന്ദ്രനായത്. ഇവിടെ അറിയണമെങ്കിൽ 6-ാം സ്കന്ധത്തില് ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 6 കാര്യങ്ങൾ പറഞ്ഞു. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇതിൽ യജ്ഞനായിരുന്നു അന്നത്തെ ഇന്ദ്രൻ. ഇവരെല്ലാം ദേവന്മാരുമായിരുന്നു. അപ്പം അത് മനസ്സിലാക്കിക്കൊള്ളണം. ഇങ്ങനെ ഏവം ആകൂത്തി പത്തിയാനെ ദൗസുത ഏവം പ്രിയവൃതൻ ഉത്ഥാനഭാവൻ. ആകൂതിയുടെ പുത്രന്മാരായിട്ട് 2 പേരുണ്ടായവരാണ് പ്രിയവൃതന് ഉത്ഥാനഭാവൻ. അത് പറയാനുള്ള മനഃശക്തിയില്ല എന്ന് പറഞ്ഞ് 2 അതിനൊക്കെ അർദ്ധമനെ കൊടുത്തു. അർദ്ധമന ദേവഹൂതിയുടെ കലാമൂത്തവൾ. അവൾ തൻ പ്രഥമാനന്ദേവുവിനെ മാനസകമ്പം ഒഴിഞ്ഞ് അനുകമ്പയാ താമസൻ സംപ്രീതനായി കൊടുത്താൻ മരീചിക്ക്. അദ്ദേഹത്തിന് പുത്രനായിട്ട് കശ്യപനുണ്ടായി. അവനുള്ളവായ സന്താനജാതങ്ങളാലേ ഭുവനത്രയം പൂർണ്ണമായി വന്നു. പിന്നെ കശ്യപൻ്റെ ഇളയ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹമാണ് പൂർണിമ.
പൂർണിമാവിൻ്റെ പുത്രരായിട്ട് വിരചനും വിശ്വകനും. പിന്നെ പൂർണിമ പുത്രിയുണ്ട്, ഒരു പുത്രിയുണ്ട്. ഹരിപാദ ശൗച സമ്പൂർണയാം പൂർണിമാനഞ്ചതൽ കേവലം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്, പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പൂർണിമാപുത്രി ഹരിപാദ ശൗച സമ്പൂർണയാം ദേവകുല്യാഖ്യയാം ദേവകുല്യാഖ്യയായി വന്നു എന്ന് എഴുതിയാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. ആ മൂന്നാമത്തെ പെണ്ണാണ് ദേവകുല്യായി ദേവ നദിയായിട്ട് ഭവിച്ചത്. പിന്നെ രണ്ടാമവൾ അനസൂയെ കണ്ട് അകതണ്ടളൊക്കെ കനിവോടുകൂടെ അത്രയാണ് കൊണ്ടാടി മാനിച്ച് വേട്ടാൻ അവളിൽ നിന്നുണ്ടായത് ത്രിമൂർത്തി അംശ സുതത്രയം. ആരൊക്കെയാ? ദത്താജ്ഞ ദുർവാസസാവ്. അവിടെ കോമയിട്ട് വെക്കണം. അത് താഴെയുള്ളത് ബാക്കിയുള്ളത് പിന്നെ വായിക്കണം. ശ്രദ്ധായ സദ്യപരം കരം പിടിച്ച് അങ്കര സാമ്പിന് 4 ആത്മജമാരവൾ പെറ്റിതു. അത് സീനിവാലി, കുഹു, രാഗ തഥാ അനുമതി. ചന്ദ്രൻ്റെ ദേവതമാരാ, ചന്ദ്രൻ്റെ അധിഷ്ഠാന ദേവതമാരാ. ഒരു കലയുള്ള ചന്ദ്രൻ, പൂർണ്ണകലയുള്ള ചന്ദ്രൻ, ഒരു കല കുറഞ്ഞ ചന്ദ്രൻ, പൂർണ്ണ കല ഇല്ലാത്തതായിരിക്കുന്ന ചന്ദ്രൻ. അങ്ങനെ 4 ചന്ദ്രനാണ്. ആ 4 ചന്ദ്രനെ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് കൃഷ്ണ എന്ന് പറയുന്നതായിരിക്കുന്ന, അതായത് 2 തരത്തിലുള്ള ചന്ദ്രൻ്റെ 2 തരത്തിലാണിത്. ഒന്ന് കറുത്ത ചന്ദ്രൻ, മറ്റൊന്ന് വെളുത്ത ചന്ദ്രൻ. അപ്പോൾ കറുത്ത ചന്ദ്രനിൽ കൃഷ്ണയിൽ 14 കൃഷ്ണ ചേർന്നിട്ടുള്ള ഒരു പദം സീനിവാലി. അമാവാസിയിലെ ചന്ദ്രനാണ് കുഹു. ശുക്ലയിലെ 14 ചന്ദ്രനാണ് അനുമതി. പൗർണമിയുടെ ദേവത രാഗ. അങ്ങനെ 4 ദേവതമാര് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. 3 സുതന്മാർ, 3 പുത്രന്മാരാ. ഉദത്യൻ, ബൃഹസ്പതി, ദേവഗുരു സമ്മതം, സമ്പർദ്ദനമവർ. ഇത് ഭാഗവത മൂലത്തിലില്ല. ഭാഗവത മൂലത്തിൽ ഒരാളെ ഇല്ല. ദേവഗുരു സമ്പർദ്ദനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നാൽ സമ്പർദ്ദനെ പറഞ്ഞിട്ടുണ്ട്. മരുത്തനെന്ന് പറയുന്നതായിരിക്കുന്ന രാജാവിന് യാഗം നടത്തി കൊടുത്തത് ഇദ്ദേഹമാണ്, ബൃഹസ്പതി തഴഞ്ഞുകൊണ്ട്. അപ്പൊ അവ പറ്റു വിശ്രമസ്. അവിടെ എളിവിള എഴുതി വെച്ചിരുന്നു, കാലം കൊടിയോട്ട് മാറ്റി വെച്ചിരുന്നു. ഒരിടത്ത് തന്നെ വെച്ചോണ്ടിരുന്നാൽ കാല് വരും. അത് ഇടവിടാന്നാണ് ശരിക്ക് പേര്. ഇളവിള എന്നാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇടവിടാന്നാണ് പേര്. അയിളിവിളി പുത്രരങ്ങാതവ് നടന്ന പറങ്ങനെ സർവ്വത എന്ന് പറഞ്ഞ് പിന്നെ ഒരിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം അതായത് ഡളയോരഭേദ എന്നുള്ള സംസ്കൃത നിയമപ്രകാരം അവള് ഈ എളിവിളയുടെ പേര് ദേവവർണ്ണനി. ദേവവർണ്ണയാണ് ധനേശനെ പെറ്റത്, കുബേരനെ. കുബേരനെ ഓരോ കൽപ്പങ്ങളിലും ഓരോ തരത്തിലുള്ള കുബേരന്മാർ വരും. ദേവീഭാഗവതത്തിൽ ഒന്ന്, ശിവപുരാണത്തിൽ വേറൊന്ന്, പലതരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പറയാൻ പോയാൽ ഇതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ പ്രാപ്തരായ ദശഗ്രീവാദി 3 പേർ ആത്മജന്മാരുടെ കൈകസി എന്നുള്ളതിൻ്റെ കേശിനി എന്നും അവർക്കൊരു പേരുണ്ട്. കേശിനി എന്ന് പറയുന്നത് തെറ്റാന്ന് വിചാരിക്കണ്ട. ഉലകൻ പ്രിയ സാക്ഷാൽ ഗതി. ക്രിയതാൻ കൃതവിനും പ്രിയ. ആ കൃതവിന് ക്രിയയിലുണ്ടായ പുത്രന്മാരാണ് ഈ ചൂടൊന്ന് വിരലിൻ്റെ അത്രയുള്ളതായിരിക്കുന്ന ഋഷിമാര്, ബാലകല്യന്മാരെന്ന് പറയുന്നത്. അവരുടെ ശാപം കാരണമാണ്. വേണ്ട,
അവരുടെ ശാപം കാരണമാണ് ഗരുഡനെ ഉണ്ടായത്. ഇന്ദ്രനെ ശപിച്ചവർ, അങ്ങനെ ഗരുഡനെ ഉണ്ടായത് അവരുടെ ശാപം. അരുന്ധതി പറ്റി വസിഷ്ഠനാൽ സപ്തർഷിമാരുകളും സദ്യ ഉപയോഗിച്ചാൽ. പിന്നെ അഥർവണൻ ഏറ്റവും വിദ്യോതിയാകുകയും ശാന്തി മനോഹരൻ. ശാന്തി എന്നുള്ളതിന് ചിത്തിന്നും പേരുണ്ട്, അത് എഴുതി വെച്ചു. അല്ലെ പിന്നെ ആരെങ്കിലും ചോദിക്കുവാണെ പറയാം. അവിടെ കുഴപ്പമുള്ളത് ശാന്തി മനോഹരൻ. ഖ്യാതി ഭൃഗുമൻ പ്രിയ. കോമ ഇടണം. ആയതി ഖ്യാതി പറ്റുള്ള മൃഗണ്ടുവെ പെറ്റിതു. അതായത് ഇവര് രണ്ടുപേരും ധാതാവ് വിധാതാവ് ശ്രീദേവി എന്ന് പറഞ്ഞ മക്കളൊക്കെ അവർക്കുണ്ടാകുന്നു. അതില് ധാതാവിൻ്റെ ഇത് ബ്രഹ്മാവാന്ന് വിചാരിച്ചില്ല. മാർക്കണ്ഡയാക്കൻ മൃഗണ്ടുവെന്നാൽ അതായത് മൃഗണ്ടു മഹാമുനി മൃഗണ്ടുവിൻ്റെ പുത്രൻ. പ്രാണസുതൻ വേദശിരസിന്റെ ഭ്രാതാവാണ്. വേദശിരസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 6 കോടി. വേദശിരസ് എന്ന് പറയുന്നത് നമ്മുടെ കാളിയനുണ്ടല്ലോ, കാളിയനും കാക്കയും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ച് കാക്കയും പാമ്പും ആയതാണ്. അതിൻ്റെ കഥയുണ്ട് വേറെ വിസ്തരിച്ച്, അതൊക്കെ പിന്നെ പറയും, സമയമില്ല. ഇങ്ങനെ ദേവബുദ്ധി ആത്മജമാനവരാണ് മോനയും കൊള്ളും അകലന്മാർക്കുള്ള അവത്യകൾ പോലും എങ്ങനെയാണ് പറയുന്നത്. അവരുടെ അപത്യം കുട്ടികളാണ്. പിന്നെ നാരായണൻ 10ാമത് അംഗവലനിൽ നിന്ന് അവതരണനായത്. നാരായണൻ 10ാമത് അവതരിച്ചതാണ് കപിലൻ. അങ്ങനെ ആയതെല്ലാം പ്രസൂതിയെ തുകനെ ദക്ഷിണ കൊണ്ട് തന്നെ നമ്മൾ സ്വായപ്പോൾ ശതരൂപയാണ് വെട്ടത് സാമ്പതം 16 കന്യമാരുള്ളതായി. അതിൽ വാടാതെ 11 വരെ ധർമ്മരാജന് കൊടുത്താൽ അത് ധർമ്മരാജന് കൊടുത്തതായിരിക്കുന്ന 13 പെൺപിള്ളേരുണ്ട്. ആ പെൺപിള്ളേരെ കേട്ടോണം, മറന്നു പോകരുത്. ധർമ്മത്തിൻ്റെ ഭാര്യമാരെന്ന് പറയുമ്പം കൂടെ കുറേ എണ്ണ പെൺപിള്ളേരെ പിടികൊടുത്തിരിക്കും. എന്നല്ല അർത്ഥം. അപ്പം അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാ ഗുണം. അതൊക്കെ ഗുണങ്ങളാണ്. ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, മുഗ്ധ. പുഷ്ടി, ക്രിയ, ഉന്നതി, മേധ, തിദിക്ഷ, ഹ്രീ, മൂർത്തി. ഇത്രയും 10 പിള്ളേര് ധർമ്മദേവന്റെ ഭാര്യമാര്. അതിൻ്റെ അർത്ഥം എന്തുവാ? ധർമ്മത്തിലൂടെ ഇവരൊക്കെ വേണം. ശ്രദ്ധ വേണം, മൈത്രി വേണം, ദയ വേണം, ശാന്തി വേണം, പുഷ്ടി വേണം, ഇതെല്ലാം വേണം. ഉണ്ടെങ്കിൽ ധർമ്മ നേരെ നിൽക്കും. എന്നിട്ട് പറയുന്ന അവരുടെ പുത്രന്മാരെ ശ്രദ്ധ പറ്റുള്ളൂ ശുഭൻ, ശാന്തജൻ ഭദ്രൻ, മുതൻ ദുഷ്ടിജൻ, സ്വയം ദുഷ്ടിജൻ, നിർമ്മനാകുന്ന. അത് അവരുടെ മക്കളെയൊക്കെ പേരൊക്കെ പറയുന്നു. അതിൽ അവസാനം 14 പെണ്ണ് മൂർത്തിയായിരുന്നു. ആ മൂർത്തിയിൽ 2 പിള്ളേരുണ്ടായി. അവരാണ് നരനാരായണന്മാർ. ദേവീഭാഗവത്തിൽ 4 പേരുണ്ട്. ഹരി,
മരണം നാരായണൻ. 4 പേര്. പക്ഷെ ഇതിനകത്തില്ല. മൂർത്തിജന്മാർ, മൂർത്തിയുടെ മക്കളാണ് നരനാരായണര്. അവർ ഗന്ധമാദത്തിലേക്ക് പോയി തപസ് ചെയ്യാൻ പോയി. അവരുടെ പറ്റി അധികം കഥയൊന്നും പറയുന്നില്ല. ഇവർക്ക് ഇളയവളായിരുന്നു സ്വാഹ. നമ്മൾ സാധാരണ പറയുന്നത് അതിൽ കാശിന് പോയേ 10,000 രൂപയ്ക്ക് കാര്യത്തിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കിട്ടി സ്വാഹ. സ്വാഹ അഗ്നിയുടെ ഭാര്യ. നമ്മൾ ഈ സാധാരണ ഹോമകുണ്ടത്തിലൊക്കെ നമ്മൾ യാഗം നടത്തുമ്പോൾ അതിൻ്റെ കൂടെ സ്വാഹാദേവിയുടെ വേണം. സാധാരണ മന്ത്രം നമ്മൾ അർച്ചിക്കുമ്പോൾ ഓം നാരായണായ നമ. നാരായണ നമ്മൾ ഹോമം ചെയ്യുവാണ് നാരായണായ ഇങ്ങനെ വേണമെന്ന. അങ്ങനെ പാവകയാം സതു തന്നെ പിതൃക്കൾക്കും കൊടുത്തു. അഗ്നിക്ക് പാവകൻ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ശരിക്കും പാവകനല്ല. പാവകൻ ഇവരിൽ നിന്ന് ഉണ്ടായതായ 3 മക്കളുണ്ട്. പാവകൻ, ബഹുമാനൻ, ശുചി. അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ദേവി പഠിച്ചൊക്കെ പോയിച്ചാൽ മതി. അതൊക്കെ മൂലത്തിലുണ്ട്. അത് വേണമെങ്കിൽ ഞങ്ങൾ കുറേ കഴിഞ്ഞ് എന്നാൽ എഴുതച്ചറിയാം. ഇതിനകത്തുള്ളതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് ഇത് പഠിച്ചത്. അങ്ങനെ ഏറ്റവും ഇളയവളായിരിക്കുന്ന സതിയെ ശിവനും ഇതില് ഏറ്റവും ഇളയവള് പറയും, ചിലതിനകത്ത് ഏറ്റവും മൂത്തവള് പറയും, ചിലതിനകത്ത് ഇടയ്ക്കുള്ള പെണ്ണായിട്ട് പറയും. എങ്ങനെ ആയാലും പലയിടത്തും പല പുരാണങ്ങളിലും പലതാകും. കല്യാണവും പലതരത്തിലാകും. ചോദിച്ചു, എൻ്റെ മോളെ കല്യാണം കഴിച്ചവൻ അവനോടെന്തോ വിരോധം കാരണം. ഈ കഥ ഒരു ശിവപുരാണത്തില്, ദേവി ഭാഗവതത്തില്, സ്കന്ദപുരാണത്തില്, ഒരുപാട് പുരാണം ഞാനിങ്ങനെ നോക്കി കൂട്ടത്തിൽ ഓരോന്നിലും ഓരോ തരത്തിലാണ് കഥ പറയുന്നത്. ഏതായാലും നമുക്ക് ഇതിനകത്ത് വെച്ച് തുറന്ന് ചിന്തിക്കാം. ഇവരെല്ലാവരുടെ ദക്ഷന്റെ യാഗം നടന്നു. അത് ദക്ഷന്റെ യാഗം നടന്ന തീരുമാനിച്ച എങ്ങനെയാണ്? ദേവന്മാരെ എല്ലാവരും വിളിച്ചു, മഹാദേവനെ വിളിച്ചില്ല. അതിന് കാരണം യാഗത്തിൽ വെച്ചിട്ട്, മറ്റൊരു യാഗത്തിൽ വെച്ചിട്ട്, പ്രജാപതിയുടെ യാഗത്തിൽ വെച്ചിട്ട് ഇതുപോലെ നിന്ദിച്ചു മഹാദേവൻ. നന്ദിക്ക് പിടിക്കൂ. നന്ദി എന്ന് പറഞ്ഞ കാളയല്ലേ? ഇവൾ കാളയാന്ന് ചോദിച്ചത്. നന്ദി കാളയല്ല. കാളയാവാം, കുരങ്ങാവാം, ഏതും ആവാം. പക്ഷേ നന്ദികേശ്വരൻ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ എനിക്കൊരു പുത്രൻ വേണം, പുത്രൻ വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് മോനെ നിർബന്ധിച്ച് കല്യാണം കഴിക്കടാ, വിലക്കട പഠിച്ചില്ല, കല്യാണം പഠിച്ചു പൂത്തിലോട്ടൊക്കെ താമസിക്കും. അങ്ങനെയെങ്കിലും വേണ്ടി എനിക്കൊരു പുത്രൻ വേണം. അങ്ങനെ പുത്രനെ വീട്ടുന്നതിന് വേണ്ടിയിട്ട് ശിലാദന്റെ പുത്രൻ ശാലങ്കായനൻ എന്ന് പറയുന്ന അപ്പൂപ്പന്റെ മോനെ എഴുതി വെച്ചാൽ പിന്നെ ഓർക്കാം. ശാലങ്കായനൻ
എന്ന് പറയുന്നതായിരിക്കുന്ന ഋഷീശ്വരൻ്റെ പുത്രനായിരിക്കുന്ന ശിലാദൻ്റെ പുത്രനായ ശൈലാദി എന്ന് പറയപ്പെടുന്ന ആളാണ് ശരിക്ക് നമ്മൾ പറയുന്ന നന്ദികേശ്വരൻ. അപ്പോ ആ നന്ദികേശ്വരനെ അദ്ദേഹം ചുമ്മാരിക്കൂ മഹാദേവനെ ഇയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ ബ്രഹ്മദേവൻ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചു കൊടുത്തേ. വിഷ്ണുവനാണെങ്കിൽ നല്ല ഒന്നാം തരം കസവ് തേരിയതും മറ്റതും മറിച്ചതും എല്ലാം ഉണ്ട്. പിന്നെ ബ്രഹ്മാവനാണേലും ഒരു കിരീടമായിരുന്നു, 4 കിരീടം. 5 കിരീടമായിരുന്നു ആദ്യം. അത് മഹാദേവനുള്ള നുള്ളി എടുത്തതാണ്, ഭൈരവനെ കൊണ്ട് നുള്ളി എടുപ്പിച്ചു. അപ്പൊ അങ്ങനെ തലകളെല്ലാം കിരീടം വെച്ചണിഞ്ഞതായിരിക്കുന്ന ബ്രഹ്മാവും വിഷ്ണുവും പോലാണോ ശിവൻ? കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഇത് ചെയ്തില്ല. തലേ വെള്ളമുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് കുളിക്കേണ്ട കാര്യമില്ല. ഒഴിക്കത്തില്ല, അറിയത്തില്ല. എന്നാൽ എവിടെങ്കിലും 10 രൂപ കൊടുത്താൽ 5 രൂപ കൊടുത്താൽ ഒരു പൗഡർ കിട്ടും, അത് വാങ്ങിച്ചിടരുത്. ശ്മശാനത്തിലേക്ക് കുറെ ചാരുമെല്ലാം കൂടെ വാങ്ങി അതൊക്കെല്ലാം കിട്ടും. വിഷ്ണുവിനെ നോക്കി നല്ല എപ്പോട്ടൊക്കെ വലിയ ഇതൊക്കെ ഇട്ട് ആല കുറിയൊക്കെ ഇട്ട് അദ്ദേഹം നടക്കും. അതിന് കുറിയുണ്ടോ കുറിയുണ്ട് ഒന്നുമില്ല. അവിടെ ഭസ്മന്മാർ തെറ്റിക്ക് പാറാന്ന് പറഞ്ഞ് കുറിച്ച് അതില്ല. പോട്ട് ആരെങ്കിലും ആ പിള്ളേരുടെ കൊണ്ട് 4 പാൻറ്റോ എന്തെങ്കിലും വാങ്ങിച്ച് ധരിക്കുന്നു. ഒരു അങ്ങനെ നന്ദികേശ്വരൻ്റെ മുമ്പിൽ വെച്ച് രക്ഷൻ നന്ദികേശ്വരൻ ചിന്തിക്കുന്നു. ലോകനായകനായിരിക്കുന്ന ആരുടെ നാമമാണോ 2 നാമം ജപിച്ചാൽ സകല പാപങ്ങളും പോകുന്നേ, അങ്ങനെയുള്ള മഹാദേവനെ നിന്ദിക്കുകയെ, എടാ താമസമില്ലാതെ നിന്റെ ദുഷ്ടനായ നിന്റെ തല പോട്ട. ലക്ഷണം തിരിച്ചു ചോദിച്ചു, ഇനി മേലാ നിനക്കും നിന്റെ ദൈവത്തിനും ഒരു കാരണവശാലും യാഗവിർഭാഗം ഉണ്ടാകാൻ. യാഗത്തിലെല്ലാ ദേവന്മാർക്കും ഓരോ പാത്രത്തിനകത്ത് ആവിർഭാഗം വന്നു. ആ ആവിർഭാഗം കൊടുക്കണമല്ലോ, കൊടുക്കത്തില്ല. കൊടുക്കാതിരിക്കാനാണ് അയാൾ ഈ യാഗം നടത്തിയത്. അത് നമ്മുടെ ഹിമാലയത്തിലോട്ട് പോകും. ആരോട് പോയിട്ടുണ്ടോ? വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം. അവിടെ വെച്ച് അത് ഗംഭീരമായ 1008 വലിയ ഉണ്ടാക്കി, ഭയങ്കരമായ യാഗകുണ്ടമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചാണ് യാഗം നടത്തിയത്. ലോകത്തിലുള്ള സകല ദേവിമാരെയും കിന്നരന്മാരെയും ഗന്ധർവന്മാരെയും അപ്സരസുകളെയും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. മഹാദേവനെ വിളിച്ചില്ല, മഹാദേവൻ്റെ ഭാര്യയും വിളിച്ചില്ല. എന്തോ ഇല്ല, അവളെ നാട്ടായണിയാണ്, ലക്ഷൻ്റെ ഭാര്യയാണ്. അല്ല, ലക്ഷൻ്റെ മകളല്ല, ശിവൻ്റെ ഭാര്യയാണ്. ശിവൻ്റെ ഭാര്യയ്ക്ക് ഏതായാലും ഞാൻ കൊടുക്കുന്നു. വളരെ ദുഃഖിതനായിട്ട് അദ്ദേഹം നന്ദികേശ്വരൻ ശാപമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കൈലാസത്തിലേക്ക് പോയി. വിമനസ്കനായിട്ട് മഹാദേവനും തിരിച്ചുപോയി. ആർക്കും ഒന്നും പറയാനില്ല. ലക്ഷൻ്റെ അഹങ്കാരം, ലക്ഷൻ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന് ബുദ്ധിമാനാണ്, അതിബുദ്ധിമാനാണ്. ഇയാളുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന ബുദ്ധിയല്ല,
ഇയാളെ ഇരിക്കുന്നത് അഹങ്കാരം. ഈ ദക്ഷൻ്റെ അഹങ്കാരം കണ്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഭഗവാനും ഭഗവാന്റെ പാട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദേവി. അപ്പൊ ഈ ബൃഹസ്പതി യജ്ഞം നടത്തുന്നതിന് മുമ്പൊരു യജ്ഞം നടത്തണം. അത് വാജപേയം എന്ന് പറഞ്ഞ്, ആ വാജപേയം നടത്താനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ എല്ലാം വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ശിവപുരാണം പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ശിവപുരാണം പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ദേവി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേളി ചന്ദ്രനും രോഹിണി, സ്കന്ദപുരാണത്തിൽ പേര് മാറ്റിയാണ് പറഞ്ഞേക്കുന്നത്, കാർത്തികയാണ് പറഞ്ഞേക്കുന്നത്. സുബ്രഹ്മണ്യനെ എടുത്ത് വളർത്തിയ കാർത്തിക. അപ്പോൾ ആ കാർത്തിക എന്നിവിടെ വിളിച്ചിട്ടില്ല, രോഹിണിയാണ്. രോഹിണി വലിയ ഒട്ടുകാരിയെ കൊടുത്ത് പോകാൻ തുടങ്ങുന്നതാണ്. ദേവി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ മേളിലെ ഒരു ചെറിയ എഴുത്തുണ്ട്, അതിനകത്തൊരു വെള്ളം താഴോട്ടൊന്ന് വീഴും. എന്തോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുളിയുണ്ടല്ലോ, ഷവർ, ഷവറിൻ്റെ കയ്യിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേവിയുടെ കൂടെ എപ്പോഴും 3-4 പെണ്ണുങ്ങൾ കാണും. ജയ വിജയാന്ന് പറഞ്ഞ 2 പെണ്ണുങ്ങളുണ്ട് കൂടെ. അപ്പോൾ അവരോട് ദേവി പറഞ്ഞു, നിയമം എന്ന് നോക്കിക്ക് ചന്ദ്രനും പെണ്ണുപിള്ള എവിടെയാണ് പറയുന്നത്. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി, ഇത് കുഴപ്പമാണ്. ദക്ഷന്റെ യാഗത്തിന് പോവാ, എനിക്ക് പോകണം. മാതാവിൻ്റെ രഹസ്യം തോന്നുന്നു, എനിക്ക് യാഗത്തിന് പോകണം, എനിക്ക് ചോദിക്കണമല്ലോ. ദേവി പോകണ്ട, നമ്മൾ പോയാൽ, നമ്മളെ വിളിക്കാത്തടത്ത് പോയാൽ നമ്മൾ നിന്ദിക്കപ്പെടും, നമ്മൾ പോകണ്ട. ദേവിക്കൊക്കത്തില്ല, ദേവിക്ക് ഇപ്പോൾ പോയേ പറ്റും. എനിക്ക് ചോദിക്കണം അങ്ങേരോട്, ഞാൻ ഇയാളുടെ മോളല്ലയോ, അത് ഏറ്റവും ചെറിയ മോള്, ഓമന മോള്. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന എന്നെ എൻ്റെ ഭർത്താവിനെയും കൂടെ വിട്ടേച്ച് ഇവരെ എല്ലാവരെയും വിളിച്ച് യാഗത്തിന് പങ്കെടുപ്പിക്കാമല്ലോ. അങ്ങനെ മര്യാദ കേടാ, ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു ദേവിയാണ്. ഇതിനകത്തില്ല കേട്ടോ, ഞാൻ കുറേയൊക്കെ ശിവപുരാണത്തിന് പോയി. അങ്ങനെ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ ദേവിയുടെ ഒരു 20,000 പേരുണ്ട് സേവകന്മാർ, അവരിവിടെ ഞങ്ങളും പോയി. മഹാദേവനെ ഒന്നും പറഞ്ഞില്ല, ദേവിയുടെ. അപ്പോൾ നന്ദികേശ്വരം വലിയ പരാങ്കനൊക്കെ എടുത്ത് രഥമൊക്കെ എടുത്തിട്ട് ചുമന്നോണ്ട് പോകുന്നു. അതൊക്കെ എടുത്തോണ്ട് പോയി അവരുടെ ദേവിയുടെ കൂടെ പോയി. ഭഗവാൻ അറിയാം, അങ്ങോട്ട് പോയാൽ അവിടെ ചെന്നാൽ ഞാൻ പല വൃത്തികേടൊക്കെ പറയും. പറഞ്ഞാൽ ദേവി അവിടെ പോകണം, ഇനി ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞാൽ ദേവി ഇവിടെ ആത്മഹത്യ ചെയ്യും. എന്തോ ചെയ്യണം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തോ ചെയ്യണം. ദേവിമാരെ ഇങ്ങനെ ആയാൽ പിന്നെ എന്തോ ചെയ്യും പുരുഷന്മാർ. അപ്പോൾ ശരി പോയിട്ട് വരുന്നു. ഇവരെ പോയി ദേവി ചോദ്യമൊക്കെ ചോദിച്ചു. ശൈവം, ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാ ദേവന്മാരും ആദരിക്കുന്നത്, അങ്ങനെയുള്ള ദേവദേവൻ്റെ തിരുനാമത്തെ നിന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദികളെയൊക്കെ നിന്ദിക്കുകയൊക്കെ ചെയ്തില്ലേ. വൃത്തികേടായി പോയില്ലേ. എന്നിട്ട് അവിടെ അതുപോലെ ഭാഷണം കേസിൽ തുടങ്ങിയാൽ ഈശ്വര ദൂഷണാദ്യങ്ങളല്ല, ഭൂഷണാദ്യങ്ങൾ തൊട്ട് എന്നാണ്. കാരണം ഭൂഷണത്തെ പറഞ്ഞാണ് തുടങ്ങിയത്. ആദ്യമായിട്ട് ഉടനെ വായിച്ചിടാൻ നിവൃത്തിയില്ല. രുദ്രാക്ഷം കരുത്തി മാല ഇടാനില്ല, രുദ്രാക്ഷം
എന്തോ ഇയാടെ ഇരിക്കുന്നത്, ചില പൗഡർ വാങ്ങിച്ചിടാനില്ല, അതിനൊരു ശ്മശാനത്തിലെ ഭസ്മമൊക്കെ വാങ്ങിച്ചു. നല്ല സുഹൃത്തുക്കളാരൊക്കെയും ഉണ്ട്, അതുമില്ല. ഭൂതം, പ്രേതം, പിശാച്, ഇതെല്ലാം കൂട്ടുകാർ. അവനെയൊക്കെ എങ്ങനെ ഞാൻ വിളിക്കുന്നത്? എന്ന് ദേവിയോട് ദേവിയായിട്ട് വലിയ തർക്കമുണ്ടായി. അമ്മയും സഹോദരിമാരും ഭർത്താക്കന്മാരും പിള്ളേരും ഒക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോയി, വലിയ സന്തോഷമൊക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും ദേവിക്ക് സഹിക്കാൻ പറ്റില്ല. ദേവി നിന്നിൽ നിന്നുണ്ടായ ഈ ദേഹവുമായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്നെ അദ്ദേഹം ദാക്ഷായണീന്നേ വിളിക്കും. ദക്ഷൻ്റെ മകളില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കും. ഇതൊരു കഥയുണ്ട്. ആ കഥ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ദേവി കഥാപ്പെട്ടെടുത്ത് ഉള്ളിലുള്ള ചൈതന്യത്തെ ഒരുമിച്ച് ചേർത്ത് മഹാദേവനെ തിരുനെറ്റിയിൽ ധ്യാനിച്ച് നല്ല ദേഹം ത്യജിക്കുക. ഭഗവതിയുടെ ദേഹം ത്യജിച്ചപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ആർത്ത് കൂടിക്കരഞ്ഞു. അതാ ഇപ്പോഴും ഈ ഹിമാലയത്തിൽ ജ്വാലാമുഖി എന്ന് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ജ്വാലാമുഖി ഈ ദേവിയുടെ ശരീരം കത്തിയ അഗ്നിയാണ്, ഇപ്പോഴും അവിടെ ഉണ്ട്. അത് അന്ന് മുതലേ അണയാതെ നിൽക്കുക, അതിപ്പോഴും ഉണ്ട്. അങ്ങനെ ദേവി തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. അവിടെ വൃത്തികെട്ടതായിരിക്കുന്ന എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന നമ്മളെവിടെക്കടെ ഇറങ്ങുമ്പം നല്ല ശകുനം വേണമല്ലോ, ഇല്ല, ദുഷ്ടശകുനം, ദുഷ്ടശകുനമൊക്കെ സഹിച്ച് ദക്ഷൻ വിഷ്ണുവിൻ്റെ കാലിൽ ചെന്ന് വിളിച്ചു, എൻ്റെ യജ്ഞം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊരു ഭഗവാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് ആദ്യമേ വീരഭദ്രം വരും, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഇതായാലും ഭഗവാനും വേണ്ടതുപോലെ ചെയ്തു. രുദ്രന്മാരൊക്കെ ഉണ്ട്, നിവാസ രുദ്രന്മാരൊക്കെ, അതൊക്കെ ഇവരുടെ കൂടെ, അല്ലാതെ ഭഗവതിയുടെ കൂടെ. അപ്പം അങ്ങനെ വളരെ ദുഃഖിതയായിട്ട് ദേവി ശരീരം ഉപേക്ഷിച്ചു. അവിടെ നിന്ന് 20,000 പേരും ദേവിയുടെ സേവകന്മാർ തൻ്റെ കയ്യിലിരുന്ന കഠാര കൊണ്ട് തൻ്റെ തല തന്നെ വെട്ടി മുറിച്ച് അവർ മരിച്ചു. ബാക്കിയുള്ളവരോട് അലമ്പൊക്കെ ഉണ്ടാക്കിയെങ്കിലും മൃഗമന ഉണ്ടായിരുന്നു. മൃഗമനയെ പറ്റി അറിയാം, അറിയാൻ പിന്നെ പറഞ്ഞു. മൃഗമുരി അവിടെ നിന്ന് അദ്ദേഹം യുവന്മാരുടെ ശല്യം സഹിക്കാതെ ചന്ദ്രമണ്ഡലത്തിലുള്ളതായിരിക്കുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തി
അഗ്നി കൊണ്ട് കുത്തി അവരെ ഓടിച്ചു. ഭഗവാൻ ഈ ഇതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി നാരദനെ വിളിച്ചു. നടത്തുന്നത് ആ സത്യമാണ്, ശരിയാക്കിയിട്ട് കാര്യം. എൻ്റെ ജട പിടിച്ച് താഴെ അടിച്ചു. അപ്പൊ അതിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളി ഉണ്ടായി. അവര് നാളെ പുറപ്പെട്ടിട്ട് വീരഭദ്രന് നമ്മൾ ഇതിനകത്ത് കാണുന്ന പോലെ ഈ പീക്കിരി ഒരാളൊന്നും അല്ല വീരഭദ്രൻ. ഇതിനകത്ത് വീരഭദ്രനെയൊക്കെ ഇത്രയുണ്ട്. പതിനായിരം സിംഹങ്ങളെയൊക്കെ കെട്ടിയ വലിയ ജനത്തിലാണ് അദ്ദേഹം പോകുന്നത്. അവിടെ ചെന്ന് എന്നൊരു പരിപാടിയായി, എല്ലാത്തിനെയും നശിപ്പിച്ച്. യാഗമൊക്കെ നശിപ്പിച്ചു, തട്ടിപ്പിടിച്ച് അവരെ കെട്ടി. ദക്ഷനെ പിടിച്ചോണ്ട് വരും, തല വെട്ടി. അതുള്ളതില്ലല്ലോ, അത് തല വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദക്ഷനെ വിഷ്ണുഭഗവാന് കാലിലൊക്കെ വീണു. നമുക്ക് ഒരു നിവൃത്തിയില്ല. എൻ്റെ പോലെ ദക്ഷ ഈ മഹാദേവന്റെ ദേഷ്യത്തെ ഒന്നാമത് ദേഷ്യക്കാരൻ. പിന്നെ ദേഷ്യത്തെ അടക്കാൻ ആരെങ്കിലും പറ്റുമോ? അതുകൊണ്ട് ഞാൻ പല ജാതികളും ബ്രഹ്മദേവൻ നോക്കിയപ്പോൾ ദക്ഷൻ കിടന്ന് കരയുന്ന ആളുകൊണ്ട് അദ്ദേഹം നോക്കിയപ്പോൾ വീരഭദ്രൻ വന്ന് അവൻ്റെ പിറകെ വിട്ടു. പിന്നെ ഭഗവാനെ നിയമിച്ചപ്പോൾ ചിരിച്ചു വരാറുണ്ട്. ഭൂഷാരം അവൻ്റെ മൂക്കത്തിട്ട് ഒട്ടിയടിച്ചു കൊടുത്തു. അപ്പോൾ അതോട് റെഡിയായി. പിന്നെ ഡെന്റിസ്റ്റിനൊക്കെ പോകേണ്ടി വന്നില്ല. 32 വലുതാണ്. വേറൊരുത്തനാണെന്നുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് കാണിച്ചു കുട്ടിക്കും അവൻ്റെ 2 കണ്ണ് കുത്തിപ്പൊട്ടി. ഇങ്ങനെ വലിയ ദ്രോഹങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെല്ലാവരും പോയി. ഇവിടുന്ന് രക്ഷപ്പെട്ടതായിരിക്കുന്ന ബ്രഹ്മാവൊക്കെ വിചാരിച്ചു ഞങ്ങൾക്കെല്ലാം അവരെ രക്ഷിക്കണമല്ലോ, മോനല്ലേ. അതുകൊണ്ട് അദ്ദേഹം മാധവന്റെ അടുക്കലേക്ക് പോയി ഈ നാരദനെ കുറിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോ നാരദൻ പറഞ്ഞു, നിങ്ങളിലൂടെ വാ. അതിനെവിടോട്ടോ? അല്ല, ശിവന്റെ അടുക്കലോട്ട്. ഞാൻ വരത്തില്ല, ഞങ്ങൾക്കാർക്കും വരാനും വയ്യ, ഞങ്ങൾ തന്നെ പോകും. കാരണം അങ്ങനെ കൈ കെട്ടിയ അയാൾ എന്തോ ചെയ്യുമെന്നൊന്നും പറയാൻ വയ്യ. ആലരുദ്രന് അങ്ങനെ ഭസ്മം കൊണ്ട് പൊടിച്ചു കളയാൻ, അങ്ങനെ ഭസ്മമാക്കി കളയും. അങ്ങനെ ദക്ഷന്റെ പുത്രനായിരിക്കുന്ന ബ്രഹ്മദേവൻ തന്നെ ചെന്ന്, ബ്രഹ്മദേവന്റെ പുത്രനാണല്ലോ ദക്ഷൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് മഹാദേവന്റെ കരഞ്ഞു പറഞ്ഞു, എങ്ങനെങ്കിലും അവനെ രക്ഷിക്കണം. ഓ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞായിരിക്കുന്ന അദ്ദേഹം ഭൂമി വന്ന് നോക്കി, ഈ യാഗഭൂമി വന്ന് നോക്കിയപ്പോൾ തലയില്ല, ഉടൽ മാത്രമുണ്ട്. തല എന്തിയാ വീരഭദ്ര? ഓ അത് ഞാൻ ചുമ്മാ നാശം എന്താ ഇത് വെച്ചോണ്ടിരിക്കുന്നേ? അഹങ്കാരിയുടെ തല ഒരിക്കലും വെച്ചോണ്ടിരിക്കരുത്, അവനെ തീക്കത്തിട്ടേ. തീക്കത്തിട്ടു. അപ്പൊ പിന്നെ വളരെ തന്നെ ഓടിപ്പോയതായിരിക്കുന്ന യാഗത്തിന്റെ പശുവുണ്ട്, മാന. അതിനെ വെട്ടി അതിൻ്റെ തല അവനെ ദക്ഷനെ ചേർത്ത് അവനെ ജീവിപ്പിച്ചു. അങ്ങനെ ജീവിപ്പിച്ചതായിരിക്കുന്ന ദക്ഷന് പിന്നെ ദക്ഷന് പല പല ജന്മമുണ്ട് കേട്ടോ. 1, 2, 3 ജന്മമൊന്നുമല്ല. അത് വെറും ദക്ഷനായിട്ടുള്ളതുണ്ട്, തല പോയ ആടിൻ്റെ തല വെച്ച ദക്ഷനുണ്ട്, അല്ലാതെ അഹങ്കാരിയായിരിക്കുന്ന ദക്ഷനുണ്ട്, അയാൾക്കുള്ള ദക്ഷൻ പോകുന്നു. ഏതായാലും ദക്ഷൻ്റെ കഥ അവിടെ കഴിഞ്ഞ് ദക്ഷൻ്റെ പിന്നെ ഭഗവാൻ അവന് തലയൊക്കെ വേറെ വെച്ച് കൊടുത്തു. ഈ മൃഗത്തിൻ്റെ തല വെച്ച് കൊടുത്ത് അവരെ രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ച് ദക്ഷനെ വിട്ടു. അവിടെ വരെ ദക്ഷകഥ. അതിനകത്ത് നിങ്ങൾ അതിൻ്റെ
ഈ ഒരു രണ്ടാമതൊരു പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്നത്, ചിത്തെ വിചാരിച്ച് കണ്ടാൾ ഇവനുടെ പുത്രിയായി നിന്നതുകൊണ്ട് ഈ സഭാന്തരി എന്ന് പറഞ്ഞു അല്ലയോ? അത് അവിടെ മാരരൂപിച്ചവർന്നയിടം ദശാന്തരെ ചിത്തെ വിചാരിച്ച് കണ്ടാൾ എന്നല്ല, കണ്ടാൾ. യവനുടെ പുത്രിയായി നിന്നതുകൊണ്ട് ഈ സഭാന്തരെ വിദ്രുതമായിട്ടും നിഷിദ്ധയായി എനിക്ക് ഇത്തം ഭവിക്കും ഗമിക്കലെന്ന് ഈശ്വരൻ പറഞ്ഞതാ. എന്നിട്ടും കേൾക്കാതെ പോകുന്നു. ഭഗവാൻ അവിടെ വരുന്നത് ലാഭത്തിനെയൊക്കെ ശരിയാക്കി കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളും പറഞ്ഞാണ് തീരുന്നത്. അപ്പോൾ അന്നേരം ഒരു കാര്യം കൂടെ പറയും. ഹിമാലയത്തിൻ്റെ പത്നിയായ മേന കേട്ടിട്ടുണ്ട്, മേനക, അസ്പരസൈൻ. അപ്പോൾ ഇവിടെ മേനക എന്ന് പറയുന്നത് പിതൃക്കളുടെ പുത്രിമാരെ 3 പേരാണ്. ധന്യ, മേന, കലാവതി. ഇവർ മനുഷ്യകുലത്തിൽ ജനിക്കാനിടയായ കാരണമൊക്കെ ഞാൻ പിന്നെ പറയാം.